നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഒരു വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഡിഫറെൻറ്റ് വെൽ ഡിഫൈൻഡ് പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ്സ് നമ്മൾ സെപ്പറേറ്റ്ലി അസർട്ടൺ ചെയ്യണം. കോസ്റ്റ് ഓഫ് എ പ്രോസസ് ഇസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് അലോങ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോസസ്സ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പ്രോസസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ് കോസ്റ്റിംഗ് രീതിയെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഒരു ബേസിക് കോസ്റ്റിംഗ് മെത്തേഡ് ആപ്ലിക്കബിൾ where goods or service result from a sequence of continuous or repetitive operations or process. ഒരു sequence of continuous and repetitive operation or processന്റെ റിസൾട്ട് ആയിട്ടാണ് ഗുഡ്സും സർവീസസും ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിന്റെ കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം ഡെഫിനിഷൻ എന്നുള്ള നിലയ്ക്ക് പഠിക്കാനുള്ളത്. ഇനി പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷനെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈച്ച് പ്രോസസ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതർ. ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സിൽ നിന്ന് തികച്ചും വ്യക്തമാണ്. ദ പ്രോഡക്റ്റ് പാസസ് ഫ്രം വൺ പ്രോസസ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോഡക്റ്റ് ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് പാസ് ചെയ്യാണ് എൻറ്റയർ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ. ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ടാണ് തൊട്ടടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഓൾ യൂണിറ്റ്സ് ഓഫ് എ പ്രോസസ് ഐഡന്റിക്കൽ ആണ്. അപ്പൊ ഇവിടെ ഈ പ്രോസസ് അക്കൗണ്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് പ്രോസസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് നമ്മൾ സെപ്പറേറ്റ്ലി ആണ് അസർട്ടൺ ചെയ്യുക. ഡിഫറെന്റ് പ്രോഡക്ട്സ് സൈമിൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് എന്ന പ്രോഡക്ട്സ് പ്രോസസ് ആണെങ്കിൽ ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ജോയിന്റ് പ്രോഡക്ട്സ് എന്ന് പറയും. സംടൈംസ് ഔട്ട്പുട്ട് ഓഫ് എ പ്രോസസ് ഇസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് നോട്ട് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് അറ്റ് ഹയർ പ്രൈസ് ടു ഇൻക്ലൂഡ് പ്രോഫിറ്റ്. അങ്ങനെയും വരാം. കോസ്റ്റ് ഓഫ് പ്രീവിയസ് പ്രോസസ് ഇസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് അലോങ് വിത്ത് ഔട്ട്പുട്ട്. അങ്ങനെ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സിനും ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളാണ്. ഓൾ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ഓൾ പ്രോസസ് ആണ്. ഇതൊക്കെയാണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്. പ്രോസസ് കോസ്റ്റിംഗ് ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയിലും ആപ്ലിക്കബിൾ ആണ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ആയിക്കോട്ടെ, പേപ്പർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, കെമിക്കൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സോപ്പ് മേക്കിംഗ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ മിൽസ് ആയിക്കോട്ടെ, പെയിന്റ് കമ്പനീസ് ആയിക്കോട്ടെ, ഓയിൽ റിഫൈനറി ആയിക്കോട്ടെ, ബ്രിവറീസ് ആയിക്കോട്ടെ, റബ്ബർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഷുഗർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഏതൊരു ഇൻഡസ്ട്രിയിലും ആപ്ലിക്കബിൾ ആണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സ്പെസിഫിക് ഓർഡർ ഓഫ് കസ്റ്റമേഴ്സിന് അഗെയിൻസ്റ്റ്, അതായത് ഒരു കസ്റ്റമർ ഒരു ഓർഡർ വെക്കുന്നു, നമ്മൾ ആ ജോബ് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നു, അതാണ് ജോബ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഒരു കണ്ടിന്യൂസ് ഇൻ ഫ്ലോ ആണെങ്കിൽ, ഒരു കണ്ടിന്യൂസ് ഫ്ലോയിലാണ് പോകുന്നതെങ്കിൽ അത് പ്രോസസ്സാണ്. കാരണം എന്നിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവാൻ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ കഴിയണം എങ്കിൽ. ഇനി ജോബ് കോസ്റ്റിങ്ങിൽ ഈച്ച് ജോബ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ജോലിയും അതിൻ്റെ തൊട്ടടുത്ത ജോലിയുമായിട്ടൊരു ബന്ധമില്ല. ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു കടയാണ്, അവർക്ക് ഒരു സോഫ സെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓർഡർ കിട്ടി, അതൊരു ജോബ് ഓർഡറാണ്. അതിൻ്റെ കോസ്റ്റ് ആ ഒരു എൻറ്റയർ ജോബ് തീരുമ്പോൾ അതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞു. ഇനി നേരെ മറിച്ചിട്ട് ഒരു ബ്രെഡ് മാനുഫാക്ചർ ചെയ്യാൻ പല പല സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജോബിനും ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഒന്നും ഇല്ല. എല്ലാ പ്രോസസ്സുകളും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് പ്രൊഡക്ഷൻ ആ എൻറ്റയർ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി ഈച്ച് ജോബ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ. ഒരു ജോബ് വേറെ ജോബിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഓൾ യൂണിറ്റ്സ് ഓഫ് പ്രോസസ് ഐഡന്റിക്കൽ ആണ്. ഈച്ച് ജോബ് ഡിഫറെന്റ് ഫ്രം അതർ ആണ്. ഒരു ജോബ് മറ്റു ജോബിൽ നിന്ന് വ്യത്യസ്തമാണ് ജോബ് കോസ്റ്റിംഗിൽ നിന്ന്. പ്രോസസ് കോസ്റ്റിൽ അങ്ങനെയല്ല.
ഐഡന്റിക്കൽ ആണ്. ഓൾ യൂണിറ്റ്സ് ഓഫ് പ്രോസസ് ഐഡന്റിക്കൽ ആണ്. ഇനി ജോബ് കോസ്റ്റിൽ മേ ഓർ മേ നോട്ട് ഹാവ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ പ്രോസസ് കോസ്റ്റിംഗിൽ ഡെഫിനറ്റ്ലി വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. കോസ്റ്റ്, ഒരു ജോബിന്റെ കോസ്റ്റ് ഒരു ജോബിന് അതോടെ തീർന്നു. കോസ്റ്റ് ആർ അക്യൂമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ് ആണ്. ഇവിടെ അക്യൂമുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ആണ് കോസ്റ്റിംഗ്. കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല ഫ്രം വൺ ജോബ് ടു അനദർ. പക്ഷെ പ്രോസസ്സിൽ കോസ്റ്റ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ ആണ്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് ആർ കാൽക്കുലേറ്റഡ് വെൻ എ ജോബ് ഈസ് കംപ്ലീറ്റഡ്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ആർ എൻഡ് ഓഫ് ദ പീരീഡ്, അതായത് ആ ഫൈനൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴാണ് പ്രോസസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആണ് ജോബ് കോസ്റ്റിംഗിൽ. ഇവിടെ പ്രോസസ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുക. ഇനി കോസ്റ്റ് കൺട്രോൾ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ആസ് ഈച്ച് ജോബ് ഡിഫറെന്റ് ഫ്രം അതർ. കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ആസ് പ്രോഡക്ട്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആയതുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ഇസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി പ്രോസസ് കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഇന്റർവെൽസ്, അതായത് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി കോസ്റ്റുകൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്സ് ടു കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ദ ഔട്ട്പുട്ട് അറ്റ് ഈച്ച് പ്രോസസ് ആസ് വെൽ ആസ് ഫിനിഷ്ഡ് ഔട്ട്പുട്ട്. ഓരോ പ്രോസസ്സിന്റെയും കോസ്റ്റ് എന്താണ്, ഫിനിഷ്ഡ് ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് എന്താണെന്നൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ് കൺട്രോൾ എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമിൻ ആക്ച്വൽ ഫിഗേഴ്സ് അവൈലബിൾ ആണ് ഓരോ പ്രോസസ്സിന്റെയും. അപ്പോൾ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കൺട്രോൾ പിന്നെയും എളുപ്പമാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഹോമോജിനസ് യൂണിറ്റ്സ് ആയതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ഈസിലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോസസ്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൊട്ടേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ എളുപ്പം പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. അതായത് ഷോർട്ട് ഇന്റർവെൽസിൽ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ഹെൽപ്സ് ടു കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ആസ് വെൽ ആസ് ഫിനിഷ്ഡ് ഔട്ട്പുട്ട്. സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ആണ്. ഒരു കോസ്റ്റ് ഈസിയർ ആണ്. പ്രീ ഡിറ്റർമിൻഡ് ആക്ച്വൽ ഫിഗേഴ്സ് ആർ അവൈലബിൾ ഫോർ ഈച്ച് പ്രോസസ്. ഹോമോജിനസ് യൂണിറ്റ് ആയതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോസസ് ഹെൽപ്പ് ടു സബ്മിറ്റ് കൊട്ടേഷൻ മോർ ഈസിലി. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റ് അത് എൻഡ് ഓഫ് ദ പീരീഡ് ആണ് ഡിറ്റർമൈൻ. അത് എൻഡ് ഓഫ് ദ പീരീഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ പോസിബിൾ ആകുമെങ്കിലും അത് ഉപകാരമില്ല, ഈസ് ഓഫ് ലിറ്റിൽ യൂസ് ആണ്. പ്രോസസ് കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് ഓഫ് നോ യൂസ്. കോസ്റ്റ് കൺട്രോൾ പറ്റും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓഫ് നോ യൂസ് ആണ്. ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റഡ് ആർ നോട്ട് ഓൾവേസ് ആക്യുറേറ്റ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് ആ രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആവറേജ് കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക, പക്ഷെ അത് നോട്ട് ഓൾവേസ് ആക്യുറേറ്റ്. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആണ്. അതും ആക്യുറേറ്റ് ആവണമെന്നില്ല. ജോയിന്റ് പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ അപ്പോർഷൻമെന്റ് ഓഫ് ജോയിന്റ് കോസ്റ്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. ആവറേജ് കോസ്റ്റ് ഡിഫിക്കൽട്ടാണ്. വെൻ വൺ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ ഡിഫിക്കൽട്ടാണ്. അങ്ങനെ പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് സ്വതവേ നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഓഫ് ദ ഫാക്ടറിനെ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിഫറെൻറ്റ് പ്രോസസ്സസ് ആൻഡ് ഈച്ച് പ്രോസസ് റെപ്രസെന്റ് എ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജ് ഇൻ ദ മാനുഫാക്ചർ. പ്രോസസ്സും ഒരു ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജ് ആണ്. മാനുഫാക്ചറിങ്ങിന്റെ പല പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുന്നത്. ഓരോ ഓരോ സ്റ്റേജും ഡിസ്റ്റിങ് സ്റ്റേജ് ഇൻ മാനുഫാക്ചർ ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ആർ അക്യൂമുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ്സസ് ഇൻ എ പീരീഡ്. പിന്നെ അക്യൂമുലേറ്റ് ചെയ്യും. പ്രൊഡക്ഷൻ റെക്കോർഡ്സ് ആർ കെപ്റ്റ് ഫോർ ഈച്ച് പ്രോസസ് ടു റിവീൽ ദ ഔട്ട്പുട്ട് ആൻഡ് സ്ക്രാപ്പ്. ഔട്ട്പുട്ടും സ്ക്രാപ്പും റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ റെക്കോർഡ്സ് ഈച്ച് പ്രോസസ്സിന്റെ കീപ്പ് ചെയ്യാണ്. Cost per unit is calculated for each process by dividing the total process cost by units of output. നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പ്രോസസ് കോസ്റ്റിനെ
എന്തിനാണ് ഇങ്ങനെ പ്രൊഡക്ഷൻ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്? ഒരു ഔട്ട്പുട്ട് ആർ കെപ്റ്റ് ഫോർ ഈച്ച് പ്രോസസ് ടു റിവീൽ ദ ഔട്ട്പുട്ട് ആൻഡ് സ്ക്രാപ്പ്. ഔട്ട്പുട്ടും സ്ക്രാപ്പും റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ പ്രോസസ് കോസ്റ്റ് ബൈ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ പ്രോസസ് കോസ്റ്റിനെ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുക. അക്യൂമുലേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രോസസ്സ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എലോങ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട്. കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് ഇസ് ബോൺ ബൈ ദ ഗുഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അവരാണത് ബെയർ ചെയ്യുക. ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് എൻഡ് ഓഫ് ദ പീരീഡ് കൺവേർട്ടഡ് ഇൻ ടു ഈക്വൽ ആൻഡ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. ജോയിന്റ് പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും ഉണ്ടായിരുന്നത് ദെയർ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് ഇസ് ക്രെഡിറ്റഡ് ടു മെയിൻ പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്താണ്? നമ്മൾ എൻറ്റയർ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഡിഫറെൻ്റ് ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ലേബറും മെറ്റീരിയലും ഓവർഹെഡും ഓരോ പ്രോസസ്സിനും അക്യുമുലേറ്റ് ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ റെക്കോർഡ്സ് ആർ കെപ്റ്റ് ഫോർ ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് പ്രൊഡക്ഷൻ റെക്കോർഡുകളുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ് by dividing total process cost by units of output. Accumulated cost of a process is transferred to next process along with of output. Abnormal loss borne by the good units produced. Incomplete works at the end of the period is converted into equal and completed units. In case of joint products and byproducts, share of joint cost is credited to main process account. ഇതൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.